നമുക്കറിയാം ഇപ്പം ലോകത്തൊരു വലിയൊരു അടുത്ത മൂന്നാം ലോക മഹായുദ്ധം ആ ഒരു തരത്തിലേക്ക് ലോകം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഓരോ നിയമങ്ങളാണ്. അദ്ദേഹം അധികാരത്തിലേറിയ അന്ന് മുതൽ പല രാജ്യങ്ങൾക്കും, അതായത് നമ്മുടെ ഇന്ത്യ അടക്കം ഒരുപാട് രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള അവരെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള വിവിധ നയങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ ഭീഷണി എന്ന് പറയുന്നത് ഇപ്പം ഇറാനെതിരായിട്ടാണ്. അപ്പം ഇറാൻ അവരുമായിട്ടൊരു ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു ബോംബാക്രമണം ഇറാനിൽ നടത്തുമെന്നാണ് ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. പക്ഷേ ആ ഭീഷണിക്ക് പിന്നാലെ ട്രംപിന് ഏറ്റവും വലിയൊരു പരാജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ട്രംപ് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നിരുന്നത് റഷ്യ എന്ന രാജ്യത്തോടായിരുന്നു. ഇപ്പം ട്രംപ് അധികാരത്തിലേറെ അന്ന് മുതൽ പറയുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിച്ച് ലോകത്ത് സമാധാനം കൊണ്ടുവരും എന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. അപ്പം ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ യുക്രൈനെ പൂർണ്ണമായിട്ട് സെലൻസ്കിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് പുട്ടിന്റെ കൂടെ ആയിരുന്നു ട്രംപ് കൂടുതലും നിലനിന്നിരുന്നത്. അപ്പം ഇപ്പൊ പുട്ടിന്റെ ഭാഗത്തു നിന്നും, അതായത് റഷ്യയിൽ നിന്ന് തന്നെ ഇപ്പോൾ ട്രംപിന് വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇറാനെതിരെ ട്രംപ് ഭീഷണി മുഴക്കുമ്പോൾ അമേരിക്കക്കെതിരെയാണ് വീണ്ടും റഷ്യ ഭീഷണി മുഴക്കുന്നത്. കാരണം ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അമേരിക്ക പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമെന്നാണ് റഷ്യ ഇപ്പൊ പറയുന്നത്. അതായത് പറഞ്ഞു വരുന്നത് ട്രംപ് എല്ലായിടത്തും നിന്ന് കളിക്കുന്നുണ്ട്, പുള്ളിയുടെ അധീനതയിലോട്ടെല്ലാം വരണം എന്നുള്ള രീതിക്ക്. അതുപോലെ തന്നെ അമേരിക്കയെ വെല്ലാൻ മറ്റൊരു രാജ്യവും വരരുതെന്നുള്ള ചില അഹങ്കാര രീതികൾ ട്രംപിനുണ്ട്. അത് തന്നെ ഇപ്പൊ യഥാർത്ഥത്തിൽ അമേരിക്കക്ക് തന്നെ വലിയൊരു തിരിച്ചടി ആയിരിക്കണം നമുക്ക്. അതെ, അതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. പുട്ടിനുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു സൗഹൃദം തന്നെ നഷ്ടപ്പെടുകയാണ്. കാര്യം ഉക്രൈനെതിരെ, അതെ, യുക്രൈൻ റഷ്യ യുദ്ധം തീർക്കാനായിട്ട് ഒരുപാട് ട്രംപ് ശ്രമങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിട്ടായിരുന്നു അധികാരത്തിലേറിയത്. പക്ഷെ അവിടെ നമ്മൾ കണ്ടത് ശരിക്കും സെലൻസ്കി യുക്രൈനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന രീതിയിലായിരുന്നു. അതിന് വേണ്ടിയിട്ടല്ലേ ഒരു മധ്യസ്ഥ ചർച്ചകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയത്. അത് ഇരു രാജ്യങ്ങളുടെ ഒപ്പം നിൽക്കാനായിരുന്നു ട്രംപ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ അദ്ദേഹം ചെയ്തത് യുക്രൈനെ പൂർണ്ണമായിട്ടും തള്ളിയിട്ട് പുട്ടിന്റെ കൂടെ റഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലായിരുന്നു, പിന്തുണയ്ക്കുന്ന രീതിയിലായിരുന്നു ട്രംപ് നയങ്ങളെല്ലാം കൈക്കൊണ്ടിരുന്നത്. അപ്പം അതിപ്പം യഥാർത്ഥത്തിൽ ട്രംപിന് തന്നെ വലിയൊരു ഭീഷണിയായി തീർന്നു. എനിക്ക് തോന്നുന്നു അന്നൊരു മധ്യസ്ഥ ചർച്ച എന്നുള്ള രീതിക്കൊക്കെ വന്നപ്പോൾ അതൊരു സമാധാന ചർച്ച എന്നുള്ള രീതിക്കായിരുന്നു അന്നത്തെ ഒരു പറച്ചിലൊക്കെ. പക്ഷെ ഇപ്പം പറഞ്ഞു പിടിച്ചു വന്നപ്പോൾ ഉക്രൈൻ തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും ഒരു കലാപം ഉണ്ടാക്കുന്ന രീതിക്കാണ് ട്രംപിന്റെ നീക്കുപോക്കുകൾ. പക്ഷേ ട്രംപ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഓരോ ദിവസവും പല രീതിക്ക് ചെയ്തുകൊണ്ടിരിക്കും തോറും ട്രംപിനെതിരെ എല്ലാവരും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ പല കാര്യങ്ങൾ കൊണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം നമ്മുടെ ഇന്ത്യയിലെ കാര്യം തന്നെ നോക്കിയാലും മോദിയായിട്ടും വലിയൊരു കണക്ഷൻ ഉണ്ട്. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നം, ചെറുതല്ല ഒരു വലിയ പ്രശ്നം തന്നെ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. മറ്റേ തീരുവയുടെ കാര്യത്തിലാണെങ്കിലും അതും ഇനി ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് പോകുമെന്ന് അറിയത്തില്ല. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്ന വിഷയത്തിലാണെങ്കിലും എല്ലായിടത്തും അധികാരത്തിലേറെ അന്ന് തൊട്ട് ട്രംപ് ഇന്ത്യ അടക്കമുള്ള ചൈന, മെക്സിക്കോ, കാനഡ പല രാജ്യങ്ങൾക്കും അമിതമായിട്ടുള്ള നികുതി ഏർപ്പെടുത്തുകയും അവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുക. വ്യാപാര യുദ്ധത്തിനൊക്കെ, ആഗോള വ്യാപാര യുദ്ധത്തിന് തന്നെ തുടക്കമിട്ടത് ട്രംപായിരുന്നു. അപ്പം ഇപ്പോൾ ഈ പുട്ടിൻ, അതായത് റഷ്യയുടെ ഈ കടന്നുവരവ്, ഈ യുദ്ധത്തിലേക്കുള്ള ഒരു കടന്നുവരവും കൂടെ ആകുമ്പോൾ അമേരിക്കയെ പൂർണ്ണമായിട്ട്, റഷ്യയും ഇറാനും ഒന്നിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും അമേരിക്ക, കാരണം ട്രംപ് ഈ ഭീഷണി മുഴക്കുന്നതല്ലാതെ പ്രത്യക്ഷത്തിൽ ഇറാനെതിരെ ഒരു നീക്കവും, അതായത് യുദ്ധത്തിൽ ഒരുങ്ങില്ലെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രമാത്രം ആണവശക്തിയുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഈ ആണവശക്തിക്ക് മുന്നിൽ ഒരിക്കലും അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇപ്പം ഈ പുട്ടിന്റെ ഭാഗത്തു നിന്നുള്ള, ഈ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് നമുക്ക് പറയാം. ശരിക്കും പറഞ്ഞാൽ ട്രംപിന് ഈ ഒരു ആവശ്യമുണ്ടോ? ട്രംപിന് ആവശ്യത്തിൽ കൂടുതൽ സ്വാധീനങ്ങൾ. ഇപ്പോൾ ഒരു തോൽവിക്ക് ശേഷം അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നു. ആ തിരിച്ചുവരവിലാണ് അദ്ദേഹത്തിന്റെ മുഴുവനായിട്ട് ഈ എല്ലാവരും തമ്മിലടിപ്പിക്കുന്ന രീതിക്കും അതുപോലെ മറ്റു രാജ്യങ്ങൾക്കിടയിൽ നിന്ന് കളിക്കുന്ന ഒരു രീതിക്കൊക്കെ ഒരു സ്വഭാവം എന്ന് എനിക്ക് തോന്നുന്നു. ലോകത്ത് സമാധാനം സ്ഥാപിക്കും, യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ രീതിയിലാണ് അധികാരത്തിലോട്ട് ഏറിയത്. പക്ഷെ എന്നിട്ട് പോലും ഇപ്പൊ ഗാസ ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ പോലും വീണ്ടും ഇസ്രയേൽ ഗാസയിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനും ഒരു അന്ത്യമില്ലാതെ തുടരുകയാണ്. ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധമാണെന്ന് നമുക്കറിയാം. അതിൽ കൂടുതലും യുക്രൈനെ ചതിച്ചുകൊണ്ടായിരുന്നു ട്രംപ് കൂടുതലും പുട്ടിന്റെ ഭാഗത്ത് നിന്നിരുന്നത്. അപ്പൊ അതിനെല്ലാം ഒരു വലിയ തിരിച്ചടിയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ലോകത്ത് നടന്ന പല യുദ്ധങ്ങൾക്കാണെങ്കിലും കൂടുതൽ സൈനികപരമായിട്ടുള്ള സഹായങ്ങൾ കൂടുതലും ചെയ്തു കൊടുക്കുന്ന അമേരിക്കയാണ്. അമേരിക്കയെ പോലെ തന്നെ വലിയൊരു ആണവശക്തിയാണ് റഷ്യ എന്ന് പറഞ്ഞത്. അപ്പം റഷ്യയുടെ പിന്തുണ എപ്പോഴും അമേരിക്കയ്ക്ക് ഒരു ആവശ്യമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു. അതുകൊണ്ടാണ് നേരെ തിരിച്ച് ഇറാനുമായിട്ട് സംഘടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമേരിക്കയ്ക്കെതിരെ വലിയൊരു യുദ്ധം
വലിയൊരു യുദ്ധം തന്നെ വരാനിരിക്കുന്ന എന്നുള്ളൊരു സൂചന. ഇപ്പം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണോ പോകുന്നത് തന്നെയാണ്. ഇപ്പം വലിയൊരു യുദ്ധത്തിന്റെ ഒരു സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ മുഴുവൻ നിൽക്കുന്നത്. കാരണം ഇനിയിപ്പം എല്ലാ രാജ്യങ്ങളാണെങ്കിലും സമാധാനപരമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ അതൊരു വലിയൊരു പ്രതിസന്ധിയിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. ഇപ്പം നിലവിൽ എല്ലാ ദിവസവും ഓരോ രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധമാണ് നടക്കുന്നത്. ഭീഷണി മുഴക്കുക, അതുപോലെ ആക്രമണങ്ങൾ, അങ്ങനെ പല രീതിയിൽ. ഗാസയുടെ കാര്യത്തിലുള്ള മൊത്തം വംശഹത്യ എന്നുള്ള രീതിക്കാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ എല്ലായിടത്തും ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ട്രംപ്. പക്ഷേ അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹം ചെയ്തത്, കാരണം അമേരിക്ക കൂടുതലും സപ്പോർട്ട് ചെയ്ത് അമേരിക്കയെ കൂടുതൽ വികസിതമാക്കി, അമേരിക്ക എപ്പോഴും പിന്തുണച്ചുകൊണ്ടായിരുന്നു. അത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ശരിയാണ്. പക്ഷെ മറ്റു രാജ്യങ്ങളെ കുരുതി കൊടുത്തുകൊണ്ട് ഒരിക്കലും സ്വന്തം രാജ്യത്തെ വികസിപ്പിക്കാനായിട്ട് ഒരിക്കലും നോക്കരുത്. അതിന്റെ ഫലമാണ് ഇപ്പോൾ അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പം ഇത്രയും ഇങ്ങനെ ഒരു വീണ്ടും ഒരു നമ്മൾ രണ്ടാം ലോക മഹായുദ്ധം അറിയാം, അതുപോലെ മൂന്നാം ലോക മഹായുദ്ധം എന്നൊരു യുദ്ധത്തിലേക്ക് ഇനിയും പോകാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പോകുന്ന രീതിക്കാണ് ഇപ്പോൾ കാണുന്നത്, ഈ ഒരു രീതിക്കാണെങ്കിൽ. പക്ഷെ ആ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കേണ്ടത് എനിക്ക് ട്രംപിനെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. പക്ഷെ ട്രംപ് വിചാരിച്ചാൽ ഒരു യുദ്ധം ഉണ്ടാക്കാനും സാധിക്കും. ഇറാനുമായിട്ട് കരാറിൽ അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിർബന്ധിക്കുന്നത്? കാരണം ഇറാൻ ഉയർത്തുന്ന ഒരു അവകാശവാദം എന്ന് പറയുന്നത് ട്രംപ് എപ്പോഴും ഈ അമേരിക്ക ഒരു സമവായ ചർച്ചയ്ക്ക് വിളിക്കുന്നത് തന്നെ അവരോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയാം. അതായത് ഈ വ്യക്തികളെ കാണരുത്, ഈ നിയമങ്ങൾ നിങ്ങൾ പാലിക്കുന്നില്ല, അങ്ങനെ കൽപ്പിക്കുന്ന രീതിയിലുള്ള അതാണ് അവർ കൂടുതലും ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറാന് ഇപ്പോൾ അമേരിക്കയായിട്ട് ചർച്ചകൾ നടത്താൻ താല്പര്യമില്ലാത്തതും. അപ്പം എല്ലാ രാജ്യങ്ങളും ഒരു ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ.